ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, നമുക്കറിയാം ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇപ്പം ഒത്തിരി റിക്വയർമെന്റ്സ് ഒക്കെ വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒത്തിരി റെസ്ട്രിക്റ്റഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ UK വന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2025 ജനുവരി മുതൽ അവർ കൂടുതൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിലും അതിൻ്റെ റിക്വയർമെന്റ്സിലും ഒക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ 2024 സെപ്റ്റംബറിൽ വരുത്തിയ ഒരു നിയമത്തിന്റെ ഭാഗമായിട്ട് അതിന് ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ 2025 ജനുവരിയിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് അവർക്ക് ഈ അക്കൗണ്ടിൽ കാണിക്കേണ്ട എമൗണ്ട് അതിന് ഇൻക്രീസ് വരുത്തിയിട്ടുണ്ട്. അത് കുറേ കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഫീസ് സ്റ്റുഡൻസ് കാണിക്കേണ്ടി വരും. അവരുടെ ഈ സേവിങ്സിൽ കാണിക്കണം. അങ്ങനെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു 9 മന്ത്സും ഇവിടെ വന്ന് അറ്റ്ലീസ്റ്റ് ഒരു 9 മന്ത്സ് വരെയുള്ള എമൗണ്ട് സേവിങ്സ് അക്കൗണ്ടിൽ കാണിക്കണം. അപ്പോൾ ഇവിടുത്തെ അനുസരിച്ച് ലണ്ടനിൽ എല്ലാ കാര്യങ്ങൾക്കും ഇച്ചിരി ചാർജ് കൂടുതലാണ്. ലണ്ടനിൽ വെളിയിലുള്ളവർക്ക് ചാർജ് പേയ്മെൻ്റ് ഒക്കെ റേറ്റ് ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ജോലിക്ക് കയറി കഴിയുമ്പോൾ അവർക്ക് ജോലിയിൽ പേയ്മെൻറ്റും ലണ്ടനിലുള്ളവർക്ക് ഇച്ചിരി കൂടുതലുണ്ട്, അല്ലാത്തവർക്ക് അല്പം കുറവാണ്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ലണ്ടനിലെ യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ കയറുന്നതെങ്കിൽ അവർക്ക് പ്രതിമാസം 1583 പൗണ്ട് വെച്ച് കാണിക്കണം. അതായത് ഒരു 9 മന്ത്സിനുള്ള എമൗണ്ട് എങ്കിലും നമ്മുടെ സേവിങ്സിൽ കാണിച്ചിരിക്കണം. ഇപ്പം ലണ്ടന് വെളിയിലുള്ള യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതെങ്കിൽ അവിടെ 1136 പൗണ്ട് വെച്ചാണ് പ്രതിമാസം കാണിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ രണ്ട് കൂട്ടർക്കും കൊടുക്കേണ്ട, അതായത് സേവിങ്സിൽ കാണിക്കേണ്ട എമൗണ്ട് ഇൻക്രീസ് വരുന്നുണ്ട്, കൂടുതലായിട്ട് കാണിക്കണം. അതായത് UK പഠിക്കുന്ന കാലത്തുള്ള, അതായത് 9 മന്ത്സ് വരെയെങ്കിലുമുള്ള കാലത്തുള്ള ചെലവിനുള്ളതും ഫീസിനുള്ളതും ജീവിത ചെലവും ഫീസും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുക അവരെ കാണിച്ചിരിക്കണം. നമ്മുടെ ആ സേവിങ്സിലുണ്ടെന്നുള്ളത് നമ്മൾ കാണിച്ചിരിക്കണം. അതിനു വേണ്ടിയാണ് ഇത്രയും തുക കാണിക്കാൻ അവർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ലണ്ടനിലുള്ളവർക്ക് സേവിങ്സ് മൊത്തമായിട്ട് 18,348 പൗണ്ട് കാണിക്കേണ്ടി വരും. അപ്പോൾ അത് സേവിങ്സിൽ നമ്മുടെ അവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്രയും പൈസ ഉണ്ടായിരിക്കണം. അത് നമുക്ക് വേറെ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇവിടെ വരുന്നിടം വരെ. ഇപ്പോൾ ഔട്ട്സൈഡ് ലണ്ടനിലുള്ളവർക്ക് 10,224 രൂപയും കാണിക്കണം. അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ രണ്ട് കൂട്ടർക്കും പൈസ കൂടുതലായിട്ട് കാണിക്കേണ്ടി വരുന്നുണ്ട്. ഈ എമൗണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് 28 ദിവസം മുമ്പെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ ഈ ഫുൾ എമൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 28 ദിവസം നമ്മുടെ അക്കൗണ്ടിൽ ഈ മണി ഉണ്ടെങ്കിൽ മാത്രമേ അത് കഴിഞ്ഞ് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എമൗണ്ട് കൂടി എന്നുള്ളതാണ്. നേരത്തെ നിയമം അങ്ങനെ തന്നെയായിരുന്നു, പക്ഷേ എമൗണ്ട് കൂടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് UK വന്ന് പഠിക്കുന്നത് കൂടുതൽ ചിലവേറിയ ഒരു കാര്യമാകുവാണ്. അപ്പോൾ ഇങ്ങനെ ഈ എമൗണ്ടും കാണിക്കണം. പിന്നെ ഏജൻസിക്കുള്ള പൈസ കൊടുക്കാതെ എല്ലാവരും ഏജൻസി വഴിയല്ലേ വരുന്നത്, അല്ലാതെ ആർക്കും തന്നെ വരവ് നടക്കുന്നില്ല. അപ്പോൾ ഏജൻസിക്കുള്ള പൈസയും കൊടുക്കണം. അങ്ങനെ വരുമ്പം ഒരു വലിയ എമൗണ്ട് തന്നെ മുടക്കേണ്ടി വരും. അങ്ങനെ സ്റ്റുഡൻസ് വരുമ്പോൾ നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം നമുക്ക് പ്രയോജനകരമായ ഒരു കോഴ്സാണ് ചെയ്യുന്നതെന്നുള്ളത്. അതായത് അവിടെ നാട്ടിൽ പഠിച്ചിട്ടുള്ള കോഴ്സിൻ്റെ ഹയർ സ്റ്റഡീസിന് വേണം ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ. അല്ലാതെ ഇങ്ങോട്ട് യൂണിവേഴ്സിറ്റികൾ തരുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് വന്നതുകൊണ്ട് പ്രയോജനമില്ല. അങ്ങനെയുള്ള കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജോലി കിട്ടുകയില്ല. നല്ലൊരു ക്വാളിഫിക്കേഷനോട് നല്ലൊരു ഹൈ പ്രൊഫൈൽ ഒരു ജോബ് കിട്ടണമെങ്കിൽ അതുപോലെയുള്ള ഒരു എഡ്യൂക്കേഷൻ വേണം എടുക്കുവാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എന്താണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ, നാട്ടിലെ ക്വാളിഫിക്കേഷൻ എന്താണ് അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു പഠിത്തമാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ അവർക്ക് അത് പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫീൽഡിൽ തന്നെ ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികളും, ധാരാളം യൂണിവേഴ്സിറ്റികളുണ്ട്. ഏതെങ്കിലും ഒരു വിസ, അതായത് ഏതെങ്കിലും ഒരു കോഴ്സ് അങ്ങോട്ട് കൊടുക്കും കുട്ടികൾക്ക്. അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കുറേ കോഴ്സുകൾ, ഇപ്പം ചെറിയ ചെറിയ കോഴ്സുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും ഒരു കോഴ്സിൽ കുട്ടികളെ കൊണ്ടുവരണം. അപ്പോൾ കുറഞ്ഞ എമൗണ്ട്, കുറഞ്ഞ ഫീസൊക്കെ, ചെറിയൊരു വ്യത്യാസമൊക്കെ കാണും ഫീസിനൊക്കെ. അങ്ങനെയൊക്കെ കാണിച്ചും പിന്നെ ചെലവ് കുറഞ്ഞ ഏരിയ കാണും, അങ്ങനെയൊക്കെ പറഞ്ഞു പൈസ ഇച്ചിരി അല്പമെങ്കിലും കുറഞ്ഞു കിട്ടുമെങ്കിൽ അങ്ങനെയുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ചില കുട്ടികൾ തയ്യാറാകും. പക്ഷെ അങ്ങനെയുള്ള കോഴ്സ് പഠിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല, ഇവിടെ ജോലി കിട്ടത്തില്ല. PSW കാലത്ത് 2 വർഷം ഇവിടെ മിനിമം വേജസിനുള്ള ജോലിയൊക്കെ കിട്ടുള്ളൂ. അത് കെയർ ഹോമിലോ പെട്രോൾ പമ്പിലോ വല്ല ഷോപ്പുകളിലോ
അങ്ങനെയുള്ള ജോലിയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെയുള്ള ജോലിയും ചെയ്ത് പിന്നെ 2 വർഷം കഴിയുമ്പോൾ തിരിച്ചു പോകേണ്ടി വരും. ആ സമയം കൊണ്ട് അവർക്ക് ഈ നാട്ടിൽ നിന്ന് എടുത്ത കടം പോലും വീട്ടാനുള്ള പൈസ തികയത്തില്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് ഇവിടെ പിന്നെ ഈ PSWക്ക് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ പിന്നെ ഫീസൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും കയ്യിൽ കാര്യമായിട്ടുള്ള മിച്ചമൊന്നും വരികയില്ല. ഇവിടെ ജീവിത ചെലവും കൂടെ കഴിയുമ്പോഴത്തേനും 2 വർഷം കൊണ്ട് നാട്ടിൽ നിന്ന് എടുത്ത കടം പോലും, അതായത് ഏജൻസിക്ക് കൊടുത്ത കടം പൈസ പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ എപ്പോഴും വരുന്നവർ നല്ല ഇവിടെ ജോലി സാധ്യതയുള്ള കോഴ്സ് ആണെന്നുള്ള ഉറപ്പ് വരുത്തിയിട്ടുള്ള വേണം വരാൻ. അങ്ങനെ കുറച്ച് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അതങ്ങനെയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്, ഇങ്ങോട്ട് വന്നിട്ട് ഗുണപരമായ കാര്യങ്ങൾ, നല്ല ജോലി കിട്ടുന്ന കോഴ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ ഒരു റിസർച്ചൊക്കെ നല്ല രീതിയിൽ നടത്തിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ചുമ്മാ അപ്ലൈ ചെയ്ത് എന്തെങ്കിലും ഒരു കോഴ്സിന് എന്തെങ്കിലും UK വന്നാൽ മതി എന്നോർത്തുകൊണ്ട് വരുന്നവർക്ക് ഒരു വൻ നഷ്ടത്തിലാണ് കലാശിക്കുന്നത്. ഏതായാലും നമ്മൾ ഫീസും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു യൂണിവേഴ്സിറ്റിയും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കും. കുറേ ധാരാളം തട്ടിക്കൂട്ടി യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നല്ലൊരു റിസർച്ച് നടത്തിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. നല്ല യൂണിവേഴ്സിറ്റി നല്ല കോഴ്സും തിരഞ്ഞെടുത്ത് വന്നെങ്കിൽ മാത്രമേ ഒരു പ്രയോജനമുള്ളൂ. അല്ലാതെ ഇവിടെ വന്നതുകൊണ്ട് ഇപ്പോൾ കാര്യമായിട്ടുള്ള പ്രയോജനങ്ങളൊന്നുമില്ല. ഇപ്പോൾ സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരത്തില്ലെന്നുള്ളതുകൊണ്ട് നേരത്തെയൊക്കെയാണ് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവന്നിട്ട് അവർക്കും കൂടെ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ അതും കൂടെ ഇല്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെയുള്ള കോഴ്സുകൾക്കൊന്നും വരാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ PhDക്കോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ റിസർച്ച് പ്രോഗ്രാം അങ്ങനെയുള്ള കോഴ്സുകൾക്കൊക്കെ വരുന്നവർക്ക് മാത്രമേ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾക്കൊക്കെ വരുവാണെങ്കിൽ അത് വളരെ നല്ലതാണ്. ഡിപ്പെൻഡൻസിന് ഇവിടെ വന്ന് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുകയും ചെയ്യാം. ഇങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അവർക്ക് ഇവിടെ ജോലി കിട്ടാൻ നല്ല ചാൻസും ഉണ്ട്. അങ്ങനെയുള്ളവരൊക്കെ വരുന്നതിന് അപ്പോൾ പൈസ കുറച്ച് മുടക്കിയാണെങ്കിലും വരുന്നതിൽ കുഴപ്പമില്ല. അല്ലാതെ ചെറിയ കോഴ്സുകൾക്കൊന്നും വരുന്നവർ അങ്ങനെയുള്ള റിസ്ക് എടുക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്റ്റുഡൻറ് വിസയിൽ വന്നിരിക്കുന്ന പുതിയ ചേഞ്ചസ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.